ഹലോ വെൽക്കം. നമ്മൾക്ക് 1,25,345.25 അതിനിവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് അടിക്കണമെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ ടൈപ്പ് ചെയ്ത് അടിക്കണം. ഒരുപാട് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഒരുപാടെണ്ണം അടിക്കുമ്പോൾ 1 lakh ഇങ്ങനെ അടിക്കാൻ സമയം വേണം. ഒരുപാട് ശ്രദ്ധിച്ചിട്ട് അടിക്കണം. ഒരുപാട് ഡിജിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കഷ്ടപ്പാടാണ്. അതായത് ഉദാഹരണത്തിന് ഇവിടിങ്ങനെ വലിച്ചപ്പോൾ ഒരു ഡിഫറൻസ് പറ്റും. ഇത് ഓരോന്ന് ടൈപ്പ് ചെയ്യാനൊക്കെ വലിയ പണിയാണ്. അപ്പോൾ ഈസി ആയിട്ട് നമ്പർ 2 വേർഡ്സ് ടാബ് അടിക്കുക, ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെയ്യാതെ സിസ്റ്റം തന്നെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്തു. ഈ ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് ചെയ്യാം, നമുക്ക് ഉണ്ടാക്കാം. ഇത് ഇൻബിൽട്ട് ഫംഗ്ഷൻ അല്ല എക്സലിൻ്റെ. നമ്മളൊരു VBA കോഡിലൂടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഹലോ, നമ്മളൊരു ഡിജിറ്റ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്പർ അടിക്കുമ്പോൾ അത് വേർഡ്സിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷൻ VBA കോഡാണ്. നമുക്ക് എങ്ങനെ ചെയ്യാമെന്നില്ല നോക്കാം. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ഡിജിറ്റ്സ് ഓർ നമ്പേഴ്സ് അടിക്കണം. ഇവിടെ നമ്പർ ഇൻ വേർഡ്സ്, ഇവിടെ നമുക്ക് നമ്പർ ഇൻ വേർഡ്സ് വേണം. ഇവിടെ ഡിജിറ്റ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമ്പർ ഇൻ വേർഡ്സ് ആണ്. നമുക്കിവിടെ കുറച്ച് ഡിജിറ്റ്സ് കൊടുക്കാം. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ റാൻഡമായിട്ട് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് എക്സലിൻ്റെ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. റാൻഡം ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾക്ക് ഒരു 1 മുതൽ സ്റ്റാർട്ടിങ് നമ്പർ നമ്മളൊരു നമുക്കൊരു 450 ലക്ഷം എന്നുള്ളതിൽ 1 2 3 4 5 ഒരു ഏകദേശം ഒരു വലിയ ഫിഗർ കൊടുത്തു. ഒരു ഫിഗർ വന്നു. നമ്മളതിനെ വലിച്ചു കുറച്ചധികം ഫിഗർ കിട്ടും. നമുക്കത് കോമ ഇടാം. ഇന്ത്യൻ ഫോർമാറ്റിലാണ് എൻ്റെ ഈ സിസ്റ്റത്തിൽ കോമ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ 10 ഇതിപ്പോൾ 4 crores ഉണ്ട്. 4 crores 45 lakhs 33,000 അങ്ങനെ പോകണം. അങ്ങനെ ഇതിന് ഓരോന്നിനും അടിക്കണം. ഇതിപ്പോൾ ഒരു ഇൻവോയ്സ് ഫയലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, ഇൻവോയ്സ് ഫയലൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇൻവോയ്സിൻ്റെ ടോട്ടൽ വാല്യൂ വേർഡ്സിൽ എഴുതുമല്ലോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് എഴുതണമെങ്കിൽ ഇങ്ങനെയുള്ള കോഡ് ഉപയോഗിക്കണം. അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ VBA അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് ആൾക്കാർ റിസർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്ത് അവരെ ടൈം വേസ്റ്റ് ചെയ്തിട്ടല്ല, അവർ കഷ്ടപ്പെട്ട് അവർ റിസർച്ച് ചെയ്ത് അവരൊരു ഹോബി കൊണ്ടും അങ്ങനെ പഠിക്കാൻ വേണ്ടി ചെയ്ത് വെച്ച കോഡ് നെറ്റിൽ അവൈലബിളാണ്. അതിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്യുക. നമ്മൾ അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താം. അതല്ലെങ്കിൽ അത് അതേപോലെ ഉപയോഗിക്കാം, ടെസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് VBA അറിയുമെങ്കിൽ അവർ ചെയ്ത കോഡിങ്ങിൽ എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ എറർ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ അവർ ചെറിയൊരു എറർ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കോമ മിസ്സായതോ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ മിസ്സാകാം. അങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഉദാഹരണത്തിന് ഇപ്പം ഞാനിവിടെ ഇന്ത്യൻ ഫോർമാറ്റിൽ വേർഡ്സ് വരുന്ന, അതായത് നമ്പർ വേർഡ്സിലേക്ക് വരുന്ന ഒരു കോഡ് ഞാനിവിടെ നോട്ട് പാഡിലേക്ക് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മൊത്തം സെലക്ട് ഓൾ അടിച്ച് ഞാൻ കോപ്പി ചെയ്യണം. ഇനി നമ്മൾ എക്സലിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഇനി നമ്മളിവിടെ പ്രസ് ചെയ്യേണ്ടത് Alt F11 അടിക്കുക. അപ്പോൾ വിഷ്വൽ ബേസിക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾക്ക് ഇത് കാണിക്കും. ആപ്ലിക്കേഷൻ VBA കോഡ് എൻ്റർ ചെയ്യാനുള്ള വിൻഡോ, ഡെവലപ്പർ വിൻഡോ. അപ്പോൾ ഇവിടെ മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് എടുക്കേണ്ടത്. മോഡ്യൂൾ സെലക്ട് ചെയ്യുക. നമ്മൾ കോപ്പി ചെയ്ത് കോഡ് ഡയറക്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതൊരു ഫംഗ്ഷനായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്പർ 2 വേർഡ്സ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. എക്സലല്ല ക്ലോസ് ചെയ്യുന്നത്, VBAൻ്റെ വിൻഡോ. ഇനി ഇവിടെ നമ്മൾ സാധാരണ പോലെ നമ്പർ 2 വേർഡ്സ് ആണ് കോഡ് എന്നറിയാം. ഈക്വൽ ടു നമ്പർ 2 വേർഡ്സ് വന്നു. ടാബ് അടിക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക, ഫിനിഷ്. ഇതൊന്ന് വലിച്ച് താഴോട്ടേക്ക് ക്ലിക്ക്. ഇവിടെ മാറിയിട്ടുണ്ട്, കാരണം അത് റാൻഡം ആയതുകൊണ്ട് ഇവിടെ സ്ക്രീനിൽ എന്ത് നടക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുന്നു. നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക. 97 lakhs ആണ്, 4 crores ആണ്. അതങ്ങനെ പോകും. വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് എന്താ പറയുക,
തെറ്റ് വരാതെ ഇത് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇത് സേവ് ചെയ്യുമ്പോൾ സാധാരണ പോലെയല്ല. ഈ ഫയൽ സേവ് ചെയ്യുമ്പോൾ വർക്ക് ബുക്കായിട്ടല്ല. ഉദാഹരണത്തിന് നമ്മൾ വർക്ക് ബുക്കായി സേവ് ചെയ്യുമ്പം ഒരു എറർ മെസ്സേജ് അല്ലെങ്കിൽ ഒരു വാണിംഗ് നോട്ടീസ് വരും. ദ ഫോളോയിങ് ഫീച്ചേഴ്സ് കനോട്ട് ബി സേവ്ഡ് ഇൻ മാക്രോ ഫീ വർക്ക് ബുക്ക്. നമ്മളിത് സേവ് ചെയ്താൽ ഈ കോഡ് പിന്നെ ഈ ഫയൽ ഓപ്പൺ ആക്കിയാൽ വർക്ക് ചെയ്യില്ല. കാരണം VBA എനാബിൾഡ് ഫയലാക്കിയിട്ടുണ്ട് സേവ് ചെയ്യണം. അതിനിവിടെ സെലക്ട് ചെയ്യുക, എക്സൽ മാക്രോ എനാബിൾഡ് വർക്ക് ബുക്ക്. നമ്മൾക്കിവിടെ നമ്പർ 2 വേർഡ്സ് എക്സൽ വേർഡ് നമ്മൾ സേവ് ചെയ്തു. ഡെസ്ക്ടോപ്പിൽ നമ്മൾ സേവ് ചെയ്തു. ഇത് ക്ലോസ് ചെയ്യാം. പിന്നെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്പർ 2 വേർഡ്സ് ഓപ്പൺ ആക്കി. ഇതിവിടെ മാക്രോൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ആക്കി. നമുക്ക് എന്തെങ്കിലും നമ്മളൊന്ന് മായ്ച്ച് കളിയാണ്. ഇവിടെ സെക്യൂരിറ്റി എനാബിൾ ആകാത്തതുകൊണ്ടാണ് ഇവിടെ എറർ മെസ്സേജ് വന്നത്. എനാബിൾ ആകുന്നതോടുകൂടി ഇത് ക്ലിയറായി. അത് എനാബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പോവുക, എക്സൽ ഓപ്ഷൻസിൽ പോവുക, ട്രസ്റ്റ് സെൻറ്ററിൽ പോവുക. ട്രസ്റ്റ് സെൻറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്യുക. മാക്രോ സെറ്റിങ്സ് ഇവിടെ ഡിസേബിൾ ഫോർ ഓൾ നോട്ടിഫിക്കേഷൻസ് ആണ്. എനേബിൾ ഓൾ മാക്രോസ് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ക്വസ്റ്റ്യൻ വരില്ല, ഓട്ടോമാറ്റിക്കായിട്ടിൻ്റെ അതിട്ട്. നമ്മളിതൊക്കെ മായ്ച്ചറിയുന്നു. ഇവിടെ ഒന്നടിച്ച് കഴിഞ്ഞാൽ ₹1 and price 0. 1.76 അടിച്ച് കഴിഞ്ഞാൽ ₹1 and price 76. ഇത്രയും ഡിജിറ്റ്, അതായത് 34 crores, അതായത് 99 crores വരെ ഉള്ള ഫിഗർ ആണ് എടുക്കുന്നത്. ഏതായാലും നമുക്ക് ഇത്രത്തോടെയൊക്കെ വരുള്ളൂ. അപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന VBA കോഡ് എവിടെന്നെങ്കിലും കോപ്പി ചെയ്തിട്ട്, ആകെ നമ്മൾ ചെയ്തത് ആ കോഡ് കൊണ്ടുപോയി ഒരു മോഡ്യൂളിൽ VBA മോഡ്യൂളിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. ഇത്രയോട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.